കൊറേ നാൾക്ക് ശേഷം ടച്ച് വിട്ടുപോയി. ടച്ച് വിട്ടു, സത്യം ടച്ച് വിട്ടു. ഞാൻ ഇപ്പഴാ ആലോചിച്ചത്, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ടി വിയിലായാലും കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു, ഇത് അടുത്ത ചലഞ്ച് പിടിക്കാം. പക്ഷെ ഇപ്പൊ കുറെ നാളായാലും ചെയ്തിട്ട് ടച്ച് വിട്ടുപോയി. ശരിക്കും നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈം ഉണ്ടല്ലോ, ലൈക്ക് കണ്ടന്റ് നിങ്ങളെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിരുന്ന ഒരു സമയമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു സീരിയസ് ആയി, അത് ചെറിയ പ്രശ്നങ്ങൾ, ആ മറ്റേ ഒരു പ്രശ്നം വന്നിരുന്നല്ലോ, അതുകൊണ്ടാണോ നിങ്ങളെല്ലാവരും ഡിറ്റാച്ച് ആയത്? സ്വാഭാവികമായിട്ടും അങ്ങനെ ആവൂലോ. ഇപ്പം ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കുമല്ലോ ഈ അകൽച്ചകളൊക്കെ വരുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെയും സംഭവിച്ചു. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് എത്ര ശ്രമിച്ചാലും പാച്ച് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും അത് ഓരോരുത്തർക്കും അവരവരുടെ ഫ്രീഡം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരവരുടെ സ്പേസ് ഉണ്ടല്ലോ ചിന്തിക്കാൻ. നമ്മളിപ്പം എത്ര അത് ശ്രമിച്ചാലും ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ അത് എൻ്റെ വഴിക്ക് വിടുക, അങ്ങനെയാണ് എന്നോട് പലരും പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ വഴിക്ക് വിട്ടു. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളും പല കാര്യങ്ങളും നമുക്ക് സ്ലോ ആയി പോകും. എന്നെ സംബന്ധിച്ച് ഞാൻ സ്ലോ ആയി. ആ പാച്ച് നികത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പം എനിക്ക് വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി. അപ്പം എന്നോട് പലരും പറഞ്ഞു, അതിൻ്റെ വഴിക്ക് വിട്ടേക്ക്, അത് വെറുതെ സമയം കളയണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഒരു സൈഡിൽ കൂടെ വിട്ടു. എന്നാൽ എനിക്ക് ആരോടൊരു പ്രശ്നമില്ല. ഞാൻ ഇപ്പോഴും എനിക്ക് വിളിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും. റിപ്ലൈ തരും. ചിലപ്പോൾ എടുക്കില്ല, ചിലപ്പോൾ തിരിച്ചു വിളിക്കും. സ്വഭാവം എനിക്കങ്ങനെ ഒരു പ്രശ്നം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഇല്ല പണ്ട് പോലെ. ചിലപ്പോൾ എൻ്റെ ഒരു ദേഷ്യത്തിൽ ഞാൻ പൊട്ടിത്തെറിക്കുമായിരിക്കും, തെറിച്ചിട്ടുമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്, അത് എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം മാക്സിമം ഞാൻ എത്ര പ്രശ്നങ്ങൾ വഴക്കിട്ടാലും അല്ലെങ്കിൽ ബഹളം വെച്ചാലും ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ക്യാമറ ടീമിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് 10 മിനിറ്റ് കഴിയുമ്പോൾ അത് കഴിഞ്ഞു. ഞാൻ തന്നെ തിരിച്ചു പറയും, എടാ സോറി, എൻ്റെ മൂഡ് ശരിയല്ല, ഞാൻ തന്നെ പറയാം. അതെന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അതൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുന്നത്, എല്ലാവർക്കും സംഭവിക്കുന്ന പറയും. പിന്നെ ഞാനിങ്ങനെ ഇന്നയാളുടെ പ്രശ്നമാണെന്ന് ഞാൻ എങ്ങും പറയുന്നില്ല. എല്ലാവർക്കും അവരുടേതായ സ്വഭാവങ്ങളാണല്ലോ, ക്യാരക്ടറാണല്ലോ. എൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ സംസാരിച്ച രീതികൾ പ്രശ്നമുണ്ട്. ഇതൊക്കെ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ പ്രശ്നം ഉണ്ടായി കുറേ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ, എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. പിന്നെ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ മിസ് ചെയ്യും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്ത് സുഖമായിരുന്നു, അതങ്ങനെയാണല്ലോ. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ചേട്ടൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാ? ഞാൻ ഇന്നലെ ഞങ്ങൾ നാഗർകോവിൽ നിന്ന് വണ്ടി ഓടിച്ച് വരുമ്പോൾ എൻ്റെ കൂട്ടുകാരനടുത്ത് ഞാൻ ചോദിച്ചേ, എടാ ഒരു ടൈം ട്രാവലർ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഏത് കാലഘട്ടത്തിലേക്ക് പോകാനാ താല്പര്യം എന്ന് ചോദിച്ചാൽ അവൻ്റെ അടുത്ത്. അപ്പോൾ അവൻ എടുത്ത വഴിക്കും എനിക്ക് 2050 പോകണം. ചോദിച്ചാൽ എന്തിനാ? അപ്പം പോയിട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിട്ട് തിരിച്ചു വരാം. എനിക്ക് ആക്ച്വലി ഒരു 21 ഏജുള്ള സമയം, 21 to ഒരു 25 വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇഷ്ടം മീൻസ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്ത സമയങ്ങളാണ് അത്. ഈവൻ ഞാൻ വീട് വെച്ചു, 21ാമത്തെ വയസ്സിൽ ഞാൻ വീട് വെച്ചതാണ്. പിന്നെ എൻ്റെ നാട്ടിൽ കുറേ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. പിന്നെ മഴവില്ല് വർക്ക് ചെയ്ത സമയം, ഇതൊക്കെ നല്ലൊരു സമയം, എനിക്ക് കുറേ ഓർമ്മകളുള്ള സമയങ്ങളാണ്. അതാണ് എനിക്ക് താല്പര്യം, ആ ഒരു ടൈം. ഞാൻ പിന്നെ ഈ അടുത്ത് റീസെൻ്റ് ആയിട്ട് കണ്ടിരുന്ന ഒരു വീഡിയോ, മറ്റേ ഒരു ഇഷ്യൂ നടന്നിരുന്നല്ലോ, അതിൽ ചേട്ടൻ റിയാക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫറിനെ ഇതാക്കുന്ന ഒരു സംഭവം. അത് ശരിക്കും നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞു. ചേട്ടൻ അതിനകത്ത് എന്താണ് ഇപ്പം ലൈക്ക് അങ്ങനെ ഒരു സംഭവം നടന്നതിൽ ഫീൽ ആവുന്ന ഒരു കാര്യം? അല്ല, അത് ബേസിക്കലി അത് എൻ്റെ വെഡ്ഡിങ് കമ്പനിയിലെ സ്റ്റാഫുകളാണ് തല്ലുകൊണ്ടവർ. ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ പോയത് കേസ് കൊടുക്കാനായിട്ട്. അപ്പം ഈ സംഭവം നടന്ന അന്ന് ഞാൻ എൻ്റെ വൈഫ് ഹൗസിലുണ്ട് ഇടുക്കിയിൽ. അപ്പം അടിമാലിൽ ആണ് എൻ്റെ വൈഫ് ഹൗസ്, അവിടെ ഉണ്ട് ഞാൻ. ഇവർ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു, അപ്പം തന്നെ കാര്യങ്ങൾ സംസാരിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും ഞാനാണ് എൻ്റെ വണ്ടിക്ക്. ഇതെല്ലാം സംഭവിച്ച് ഞാൻ പബ്ലിക്കിലേക്ക് ഇത് നമ്മൾ ഇപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ അങ്ങ് പെട്ടെന്ന് ഒരു ന്യൂസ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു അഡ്വക്കേറ്റ് സംസാരിച്ചിട്ട് കേസ് രജിസ്റ്റർ ആയതിനു ശേഷം മാത്രം ഇത് സോഷ്യൽ മീഡിയയിൽ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. പക്ഷെ പിറ്റേ ദിവസം രാത്രി ഒരു 6 മണിയൊക്കെ ആയി പല ഓൺലൈൻ മീഡിയസിലും ഈ വീഡിയോസും കാര്യങ്ങളും വന്നു തുടങ്ങി. പിന്നെ നമ്മൾ
കയ്യിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് ഞാനൊരു വീഡിയോ ഇട്ട് കാര്യങ്ങൾ പറഞ്ഞത്. ശരിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് പലർക്കും തോന്നും അതിന് താഴെ കമൻറ്റുകളും വന്നു തിരിച്ചടിക്കായിരുന്നില്ലേ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ട്രൈപോഡ് പോലത്തെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അത് വെച്ച് തല അടിച്ച് പൊളിക്കായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതിൻ്റെ ലീഗൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അറിയുന്നത് ഈ കഴുത്തിന് മുകളിൽ ഒരു അടിയും കിട്ടിയിട്ടുണ്ടല്ലോ, അത് ജാമ്യമില്ലാത്ത കുറ്റ. നമ്മൾ വീഡിയോസ് എടുത്ത കാരണം നമ്മുടെ എവിഡൻസ് ആയി. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ആരെങ്കിലും പ്രതികരിച്ചിരുന്നെങ്കിൽ, ആ സമയത്ത് ചിലപ്പോൾ തിരിച്ചടിച്ചിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കും കേസ് കൊടുക്കാം, നമുക്കും കേസ് കൊടുക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ലീഗൽ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ആ ചൂടിൽ ഇടിക്കണം പിടിക്കണം എന്നൊക്കെ പറയുന്നത്. ഈ തലയ്ക്ക് മുകളിലൊക്കെ എന്തെങ്കിലും പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ജാമ്യമില്ലാത്ത കുറ്റമൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളകത്ത് ഇറങ്ങേണ്ടി വരും. പിന്നെ എൻ്റെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിതിൻ എന്ന് പറഞ്ഞ പയ്യനാണ് ആദ്യം തല്ലിയത്. അവൻ ഞങ്ങളുടെ കൂടെ ഒരു 6 വർഷത്തോളമായി. അപ്പോൾ അവനെ എത്ര ചീത്ത പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യനാണ്. അവനെയാണ് ആദ്യം പിടിച്ച് തല്ലിയത്. എന്നിട്ട് ഈ തല്ലിയ കാര്യം ഇവന് പറഞ്ഞില്ല. പിറ്റേ ദിവസം വെഡ്ഡിങ് മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരുന്ന് വെഡ്ഡിങ് എടുത്തു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അതുകൊണ്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയതും എന്താ പറയുക കേസ് അപ്പം തന്നെ കൊടുക്കണമെന്ന് വാശി പിടിച്ചതും ഒക്കെ. കാര്യങ്ങൾ അതിൻ്റെ കേസ് അതിൻ്റെ വഴിക്ക് ആള് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അവന് ഒരു 3-4 ദിവസം അവന് ഒരുപാട് ഫോൺ കോൾസ് ഒക്കെ വന്നു. 2 രീതിയിലാണ് ആൾക്കാർ പറഞ്ഞത്. ഒന്ന്, നിനക്ക് അപ്പം തന്നെ പ്രതികരിക്കാമായിരുന്നു, ഒന്ന് നീ ആ വർക്ക് എടുക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് 2 രീതിയിൽ 2 ആൾക്കാർ. പക്ഷേ ഇവനിങ്ങനെ ഫോൺ കോൾ വന്നിട്ടിരുന്നപ്പം ഇവന് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. പിന്നെ വീട്ടിലും പ്രഷർ, എല്ലാവരും ഇങ്ങനെ തല്ലുകൊണ്ടു എന്നല്ലേ പറയുന്നത്. 2 ദിവസം കഴിയുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല. ആക്ച്വലി ഇതുപോലെ ഞാനും കണ്ടിരുന്നു, വീഡിയോ എടുത്തു, ആ കൂടെ ഉള്ളവരാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നോക്കിയില്ല എന്നുള്ളത്. ആ സമയത്ത് ബേസിക്കലി ഇവരെല്ലാവരും പയ്യന്മാരാ, ഒരു 24-25 വയസ്സുള്ള പിള്ളേരാ. ഇവർ ശരിക്കും ഷോക്കായി പോയി. ഇങ്ങനെ ഒരു ടീം ഓഫ് ആൾക്കാർ വളഞ്ഞു വന്നിട്ട് ലിറ്ററലി നമ്മൾ ഈ സാധാരണ മുണ്ടും തള്ളുമല്ല, ഇടിക്കുക. വീഡിയോ ഭയങ്കര ഇടിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇടി കൊണ്ട 2ാമത് ഇടി കൊണ്ട് അവൻ്റെ മൂക്കിൻ്റെ എല്ല് പൊട്ടി. അപ്പോൾ അവനെ അങ്ങനെ കാണുമ്പോൾ ഷോക്കാവും ആൾക്കാർ. അത് അവരുടെ സ്ഥലമൊന്നുമല്ലോ. ലിറ്ററലി 7 കിലോമീറ്ററോളം ചേസ് ചെയ്ത് വന്നിട്ടാണ് ആ വട്ടം വെച്ച് അങ്ങനെ ചെയ്തത്. ഇവർക്ക് ഇറങ്ങി ഒന്ന് പ്രതികരിക്കാനുള്ള സമയം കല്യാണ പെണ്ണും ചെക്കനും ഇൻസിഡൻറ്റിൽ വരുന്നുണ്ട്, വിളിച്ചു വരുത്തി. അവർ പിടിച്ചിട്ട് പോലും നിന്നില്ല. അപ്പം അത്രയും സിറ്റുവേഷനിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത്രയും തൻ്റെ ഇടവും എന്താ പറയുക മെൻ്റൽ ഹെൽത്തൊക്കെ ഉള്ള ആൾക്കാരായിരിക്കണം ചെന്ന് തിരിച്ചെന്തെങ്കിലും പ്രതികരിക്കാൻ പറ്റുള്ളൂ. പിള്ളേരല്ലേ 25-26 മാക്സിമം വയസ്സുള്ള പിള്ളേരാണ്. ഇവർക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാനേ പറ്റൂ. ആ സാഹചര്യം വന്നാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. പിന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഈവൻ സെലിബ്രിറ്റീസ് ആയാലും ഫോട്ടോഗ്രാഫേഴ്സ് ആയാലും ഒരുപാട് പേര് ഈ വീഡിയോ ഷെയർ ചെയ്തു, നമ്മളെ വിളിച്ചു, സപ്പോർട്ട് ചെയ്തു. ന്യൂസ് ചാനലായാലും ഓൺലൈൻ മീഡിയക്കാരും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ കേസും സ്ട്രോങ് ആയതും പരിപാടികളൊക്കെ ആയതും. പിന്നെ ഇതിനകത്ത് എനിക്കിപ്പം ചേട്ടൻ പറഞ്ഞതിൽ തോന്നിയത്, ഒരാള് തിന്മ കൊണ്ടല്ലല്ലോ നമ്മള്. ആന്റണി പെപ്പെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, ഇടി കൊള്ളാൻ മാത്രമുള്ള കൊടുക്കാൻ മാത്രമുള്ള കൊള്ളാനുള്ളതാണ്. അപ്പം അതൊക്കെ സിനിമയെ പറയാം, ഇടി കൊടുക്കാം കൊള്ളാം എന്നൊക്കെ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ലൈഫ് അതിനായിട്ട് മാറ്റി വയ്ക്കുക, ഇടി തിരിച്ചു കൊടുക്കുക, കേസായിട്ട് പിന്നാലെ പോവുക. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ്. അത് ലീഗൽ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളുള്ളതൊക്കെ. മോനും ചേച്ചിയൊക്കെ സുഖമായിരിക്കുന്നു. മോന് പ്രീ KG അഡ്മിഷൻ എടുത്തു, LKG നെക്സ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തേണു. എല്ലാ ദിവസവും കാലത്ത് വീഡിയോ കോൾ ചെയ്യുമ്പോൾ പറയും, ഇന്ന് സ്കൂളില്ല, ടീച്ചർ പറഞ്ഞു അടുത്ത ആഴ്ച സ്കൂളിൽ പോകാൻ മടിയാ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.